ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. നാട്ടിൽ ക്രിസ്മസിനേക്കാൾ കൂടുതൽ കല്യാണങ്ങൾക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഐറ്റമാണ് അച്ചപ്പം. പണ്ട് കാലത്തെ ഒരു സ്നാക്ക് ഐറ്റമാണെന്ന് വരികിലും ഇന്നും കൊച്ചു പിള്ളേരും വലിയവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് അച്ചപ്പം. അതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ രണ്ട് വിധത്തിലുള്ള അച്ചപ്പമാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് അരിപ്പൊടി കൊണ്ടും ഒന്ന് അരി അരച്ചതും. ഇത് ഒരു 1.5 കപ്പ് അരി 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് ഇവിടെ സാധാരണ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. ഇത് പൊടിച്ചു കഴിഞ്ഞ് ഏകദേശം 3 കപ്പ് പൊടിയോളമുണ്ട്. ഇത് ഞാൻ 2 കപ്പ് അരി വെള്ളത്തിലിട്ടിരിക്കുന്നതാണ്. ഇതും അതുപോലെ 3 മണിക്കൂർ കുതിർത്തതാണ്. ആദ്യം ഞാൻ ഈ അരി അരച്ച് അച്ചപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇനി ഞാൻ അരി അരയ്ക്കാൻ തുടങ്ങുകയാണ്. പകുതി അരിയാണ് ഇപ്പോൾ ഇതിൽ ഇട്ടിരിക്കുന്നത്. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച് വേണം നമ്മൾ അരയ്ക്കാനായിട്ട്. ഫ്രഷ് തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ നല്ല ക്യാൻഡ് മിൽക്ക് ഉപയോഗിച്ചാലും മതി. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ക്യാനിലെ തേങ്ങാപ്പാലാണ്. ഇത് നമ്മൾ ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്, കുറച്ചായിട്ട് ഒഴിക്കണം. കാരണം ഇതിൽ മുട്ട നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അച്ചപ്പത്തിന്റെ അരിച്ചൊഴിക്കുന്ന പാത്രം ഇതുപോലെ ഇങ്ങനെ ഇച്ചിരി ബേസ് ഒതുങ്ങി ഒരുള്ള പാത്രം എടുക്കുന്നതാണ് നല്ലത്. പരന്ന പാത്രത്തിൽ ഒഴിക്കരുത്. കാരണം നമ്മൾ അച്ചു മുക്കി എടുക്കാനായിട്ടുള്ളതായതുകൊണ്ട്. ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് 1 കപ്പ് അരിക്ക് ഞാൻ 1 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് 2 മുട്ട. ഇതിലേക്ക് ഇട്ട് 1 മിനിറ്റ് ഒന്ന് അടിച്ചാൽ മതി. ഇത് കൈകൊണ്ടും വേണമെങ്കിൽ കുഴയ്ക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. ഏത് മധുരമുള്ള ഫുഡാണെങ്കിലും അതിൻ്റെ മധുരം ശരിയായിട്ട് അറിയണമെന്ന് വരികിൽ നമ്മൾ സ്വല്പം ഉപ്പും കൂടെ ചേർക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കറുത്ത എള്ളാണ് ഇടുന്നത്. ഈ കലക്കി വെച്ചിരിക്കുന്ന പാകം കണക്കാണ്. അഥവാ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കിന് നമുക്കറിയാം ഇതിൻ്റെ പാകം ശരിയാണോ എന്ന്. അതനുസരിച്ച് നമുക്ക് ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയോ അഥവാ വെള്ളം നീണ്ടു പോയെങ്കിൽ തന്നെ സ്വല്പം അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇതാണ് അച്ചപ്പം ഉണ്ടാക്കാനായിട്ടുള്ള മോൾഡ് അല്ലെങ്കിൽ അച്ച്. അച്ച് വാങ്ങിക്കുമ്പോൾ 2 എണ്ണം വാങ്ങിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഒരെണ്ണം നമ്മൾ എണ്ണയിൽ നിന്ന് എടുക്കുമ്പോൾ ഒരെണ്ണം നമുക്ക് മാവിൽ മുക്കാം. അതുപോലെ തന്നെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ തടി പിടിയുള്ളതാണെന്ന് വരികിലും വളരെ നല്ലതാണ്, നമ്മളുടെ കൈ പൊള്ളുകയില്ല. ഈ 2 അച്ചാണ് ഇന്ന് അച്ചപ്പം ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. ഇത് ഞാൻ എണ്ണയിലേക്ക് വെക്കുകയാണ്. 2 അച്ചാണ് ഉപയോഗിക്കുന്നതെന്ന് വരികിൽ ഇതുപോലത്തെ ഒരു വലിയ സ്കില്ലറ്റിൽ നമുക്ക് ഉണ്ടാക്കാം. ഒരച്ച് ഉള്ളെന്ന് വരികിൽ ഇതുപോലത്തെ ഒരു ചട്ടിയിൽ ഉണ്ടാക്കിയാലും മതി. അച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അച്ച് ഞാൻ ഇനി മാവിലേക്ക് മുക്കാൻ പോവുകയാണ്. അച്ച് ഇതിൽ മുക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. കംപ്ലീറ്റ് മുക്കരുത്. 2/3 അല്ലെങ്കിൽ ഹാഫേ ആകാവുള്ളൂ. അതുപോലെ സ്വല്പ സമയം ഇങ്ങനെ അനക്കാതെ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ നല്ല ഷേപ്പ് കിട്ടും. ഇട്ട ഉടനെ നമ്മൾ തട്ടാൻ തുടങ്ങുകയാണെന്ന് വരിയില്ലേ അതങ്ങ് മലർന്ന് അതിൻ്റെ ഷേപ്പ് പോകും.
ഇനി ഞാൻ ഈ അച്ചാണ് ഉപയോഗിക്കാൻ പോകുന്നത്. നാട്ടിൽ അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ പുറത്തടുപ്പുണ്ടാക്കി 2 പേര് അല്ലെങ്കിൽ 3 പേര് കൂടിയിരുന്നാണ് വലിയ ഉരുളിയിൽ അച്ചപ്പം ഉണ്ടാക്കുന്നത്. ഈ 300-400 അച്ചപ്പമൊക്കെയാണ് കല്യാണങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അതുപോലെ ഒരാൾ മുക്കാനും ഒരാൾ എടുക്കാനും, അങ്ങനെ അപ്പം അച്ചപ്പം കരിഞ്ഞു പോവുകയില്ല. അച്ചപ്പത്തിന് ഒരുപാട് വേവ് നമ്മൾ എണ്ണയിൽ ഇട്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഇതൊരു ഗോൾഡൻ യെല്ലോ കളർ ആകുമ്പോഴത്തേക്കിന് നമുക്ക് എടുക്കാം. അതുപോലെ എടുക്കുമ്പോൾ ഇങ്ങനെ നമ്മളെ പൊക്കി കമർത്തി തന്നെ വേണം വെക്കാനായിട്ട്. ആദ്യം ഞാൻ 2 അച്ച് ഉപയോഗിക്കാനേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇതും കൂടെ ഒന്ന് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി ഞാൻ അരിപ്പൊടി കൊണ്ടുള്ള അച്ചപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് 1.5 കപ്പ് അരി വെള്ളത്തിലിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തപ്പോൾ 3 കപ്പോളം പൊടിയുണ്ട്. അത് കുഴയ്ക്കുന്നതിന് വേണ്ടി ഞാൻ 1 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ മുട്ട നന്നായിട്ട് അടിച്ചെടുക്കണം. ഈ പൊടിയിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. ഇത് കുറച്ച് ആയിട്ട് ഒഴിച്ചു കൊടുത്ത് കുഴയ്ക്കണം. ഇത് ഞാൻ കൈ കൊണ്ടാണ് കുഴയ്ക്കുന്നത്. ഇതിലേക്ക് ഞാൻ മുട്ട ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ ഞാൻ 1 ടീസ്പൂൺ കറുത്ത എള്ള് കൂടി ഇടുകയാണ്. 1/4 ടീസ്പൂൺ സോൾട്ടും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിൽ ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല. നമ്മളിത് കുഴച്ച് കഴിയുമ്പോൾ ഒരുപാട് കട്ടിയാകരുത്, എന്നാൽ കട്ടി കുറഞ്ഞും പോകരുത്. ഏകദേശം ഇതുപോലെ ഇരിക്കണം. ഇനി നമുക്കിത് ഉടനെ ഉണ്ടാക്കാം. അധികം സമയം വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എണ്ണ ചൂടാക്കുന്നുണ്ട്. അച്ച് മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇടുമ്പോൾ പാത്രത്തിൻ്റെ ചുവട്ടിൽ തട്ടരുത്. സ്വല്പം നമ്മൾ പൊക്കി പിടിക്കണം. എന്നാലേ അച്ചിൽ നിന്നും അച്ചപ്പം എണ്ണയിലേക്ക് വീഴത്തുള്ളൂ. ഈ മാവ് തീരാറായി കഴിയുമ്പോൾ ഇതിങ്ങനെ നമ്മൾ ചരിച്ച് പിടിക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ മാക്സിമം അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ അച്ചപ്പം ഉണ്ടാക്കിയപ്പോൾ പഞ്ചസാര ചേർത്തിരിക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ ഡാർക്ക് ബ്രൗൺ കളർ വന്നിരിക്കുന്നത്. സാധാരണ നാട്ടിൽ അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ ലൈറ്റ് ക്രീം കളറേ ആകത്തുള്ളൂ. ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ചേർക്കുകയില്ല. ഇതുപോലെ അച്ചപ്പം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഒരു വലിയൊരു കമ്പിയിൽ കോർത്തിട്ട് പഞ്ചസാര പാനിയാക്കി സ്പൂൺ കൊണ്ട് അതിലിങ്ങനെ കോരി ഒഴിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. വേറൊരു വിധത്തിൽ നമുക്ക് അച്ചപ്പത്തിൽ മധുരം ഒഴിക്കാൻ വേണ്ടി ഇതുപോലെ തന്നെ പഞ്ചസാര പാനിയാക്കിയിട്ട് അച്ചപ്പം ഇതുപോലൊരു ട്രേയിൽ ഇങ്ങനെ വെച്ച് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. മധുരം നന്നായിട്ട് അതിൽ പിടിച്ചോളും. 3 ഷേപ്പിലുള്ള അച്ചപ്പമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്ന് വരികിൽ നല്ല അടിപൊളി അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇത് കോഫി ആൻഡ് ടീക്ക് പറ്റിയൊരു എളുപ്പത്തിലുണ്ടാക്കാവുന്ന സ്നാക്കാണ്. അതുപോലെ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വരികിൽ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക.